കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടി പെട്ടെന്നൊന്ന് പരിശോധിക്കാം. 5 ദിവസത്തേക്ക് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, തുലാവർഷം അത് അതിശക്തമായ മഴയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്, പെരുമഴ വരുന്നു സംസ്ഥാനത്ത് എന്നതാണോ മുന്നറിയിപ്പ്? അനുജ, ഇന്ന് തുലാം ഒന്നാണ്. പക്ഷേ തുലാവർഷം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. സംസ്ഥാനത്ത് ഉച്ചയ്ക്ക് ശേഷമുള്ള അതിശക്തമായ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പെയ്യുക എന്നതാണ്, വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ മഴ പെയ്യുന്നതാണ് തുലാവർഷത്തിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇക്കുറി നേരത്തെ മഴ എത്തിയെന്ന് മാത്രമല്ല, ചക്രവാത ചുഴിയുടെ ഭാഗമായി തന്നെ രൂപപ്പെട്ട ന്യൂനമർദ്ദം, അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായി തന്നെ അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് മധ്യ കേരളത്തിലായിരുന്നു മഴയുടെ മുന്നറിയിപ്പ്, അതായത് അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരുന്നത്. അങ്ങനെ മധ്യ കേരളത്തിൽ പൊതുവെ മഴയും ഉണ്ടായിരുന്നു. ഇടുക്കിയിലൊക്കെ തന്നെ ഇന്ന് മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇന്ന് ഓറഞ്ച് അലേർട്ടായിരുന്നു. പക്ഷേ നാളെ വടക്കൻ ജില്ലകളിലാണ് നാളെ മഴ മുന്നറിയിപ്പുള്ളത്. ഇന്ന് മുതൽ 5 ദിവസത്തേക്കാണ് മഴ മുന്നറിയിപ്പ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതിൽ നാളെ വടക്കൻ ജില്ലകളിൽ മഴയുണ്ട്. എവിടെയും റെഡ് അലേർട്ട് ഇല്ല എന്ന ഒരു ആശ്വാസമുണ്ട്. പക്ഷേ നാളെ വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കൂടിയുണ്ട്. വടക്കൻ ജില്ലകളിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലേർട്ട് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ മഞ്ഞ അലേർട്ട് ഉള്ളത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടുണ്ട്. പൊതുവെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തുടങ്ങിയ തീരപ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിന് മുന്നറിയിപ്പുണ്ട്. പക്ഷേ പൊങ്ങുവെള്ളം, ഫൈബർ ബോട്ട്, ഫൈബർ വള്ളങ്ങളിലൊക്കെ തന്നെ അങ്ങനെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്കില്ല. സാധാരണഗതിയിൽ ഇത്തരം വലിയ യാനങ്ങൾക്കൊക്കെ നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 20-ാം തീയതി, അതായത് നാളെ കഴിഞ്ഞ് ഉള്ള ദിവസം 20-ാം തീയതി എവിടെയും അതിശക്തമായ മഴ മുന്നറിയിപ്പ് നിലവിൽ നൽകിയിട്ടില്ല. പക്ഷേ 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. അത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ്. പൊതുവെ തെക്കൻ കേരളത്തിലേക്ക് മഴ മുന്നറിയിപ്പ് നിലവിൽ വന്നിട്ട് 21-നും 22-നും ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ ഒരു ജില്ലയിലുമില്ല. ആ 2 ദിവസങ്ങൾ, 21, 22 ദിവസങ്ങളിൽ യെല്ലോ അലേർട്ട് മാത്രമാണ് സംസ്ഥാനത്ത്. അതും മധ്യ കേരളത്തിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. അനുജ, അതാണ് ഇന്നിപ്പോൾ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്നതാണ്. വരുന്ന 5 ദിവസം അതിശക്തമായ മഴയ്ക്ക്, നാളെയൊക്കെ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.